മിൽക്കി മൈസ് പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ വളരെ വ്യത്യസ്തമായ ഒരു ചിക്കൻ ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ചിക്കൻ കൊണ്ടുള്ള പല പല വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനം മാത്രമല്ല, നമ്മൾ എല്ലാ പ്രദേശത്തേക്കും പോകാറുണ്ട്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇന്ത്യ കടന്നുമൊക്കെ നമ്മൾ സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ ഇതും കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. കുറച്ചൊരു മാംഗ്ലൂരിയൻ സ്റ്റൈലാണെന്ന് പറയാം. എങ്കിലും നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ തന്നെ നാടൻ ഒരു ചിക്കൻ, എന്താ പറയുക, ഒരു പെരട്ട് പോലെയെന്നോ അല്ലെങ്കിൽ ഒരു ഡ്രൈ ചിക്കനാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് ചാറൊന്നും ഇല്ലാണ്ട് ഒരു ചിക്കൻ പുരണ്ടിരിക്കുന്ന പോലെ. അപ്പോൾ നമ്മുടെ ചിക്കൻ പുരട്ടിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ പച്ച മസാല പുരട്ട്. ചേരുവകൾ: ചിക്കൻ 1.5 കിലോ 35 കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, മിൽക്കി മിസ്റ്റിൻ്റെ പ്യുവർ കൗ ഗീ 3 ടേബിൾ സ്പൂൺ, സവാള 1 വലുത് ചെറുതായി അരിഞ്ഞത്, ടൊമാറ്റോസ് 3 ഇടത്തരം ചെറുതായി അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില അരിഞ്ഞത് 1/4 കപ്പ്. ഇനി പച്ച മസാലയ്ക്ക് വേണ്ട ചേരുവകൾ: വറ്റൽ മുളക് 5 എണ്ണം, പിരിയൻ മുളക് 10 എണ്ണം, പച്ചമല്ലി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, പട്ട 2 കഷ്ണം, ഗ്രാമ്പൂ 5 എണ്ണം, കശകശ 1.5 ടീസ്പൂൺ, ഏലക്ക 5 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, സവാള 3 ഇടത്തരം കഷ്ണങ്ങളാക്കി മുറിച്ചത്. അപ്പോൾ ചേരുവകളെല്ലാം കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്കിനി നമ്മുടെ ചിക്കൻ പുരട്ടിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ചെറിയൊരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞൊരു മാംഗ്ലൂരിയൻ സ്റ്റൈലാണ്. അവർക്കൊരു ഡ്രൈ ചിക്കനുണ്ട്. ആ ഒരു ഡ്രൈ ചിക്കനിൽ നിന്നാണ് ഞാൻ ഈ ഒരു വിഭവത്തിലേക്ക് എത്തുന്നത്. ഇതിപ്പോൾ 1.5 കിലോ വലിപ്പത്തിലുള്ള വെയിറ്റുള്ളൊരു കോഴിയാണ്. ഒരു 35 പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് മസാല എല്ലാം കൂടി ഒന്ന് അരയ്ക്കണം. ഒരു 3 ഇടത്തരം സൈസിലെ ഒരുപാട് വലുതല്ലാത്ത സവാള വലിയ വലിയ കഷ്ണമായിട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് കാര്യങ്ങൾ, ഏകദേശം ഒരു 1.5 ടീസ്പൂൺ കശകശ, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ അത് കഴിഞ്ഞിട്ട് മല്ലി 1 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലിയാണ്. ഇത് ഏകദേശം ഒരു 15 വറ്റൽമുളകുണ്ട്. അത് വറ്റൽമുളക് ഞാൻ 10 എണ്ണം സാധാരണ വറ്റൽമുളകും ഒരു 5 എണ്ണം നമ്മുടെ പിരിയൻ മുളകുമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഓക്കെ. അപ്പം മല്ലി, മുളക് 1 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ ഒരു കഷ്ണം പട്ട, ഒരു വലിയ കഷ്ണം പട്ട എടുക്കാം. അതിങ്ങനെ ഭയങ്കര ലെയേഴ്സാണല്ലോ, അപ്പോൾ അതിനെ ഇങ്ങനെ മുറിച്ചിടാം. പിന്നെ വേണ്ട ഒരു 4-5 ഗ്രാമ്പു, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളായി. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 4 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആദ്യം ഇതൊക്കെ ഒന്ന് പൊടിക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു 3 സവാളയുടെ പീസസും കൂടി ചേർത്തിട്ടൊന്ന് അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അതാണ് നമ്മുടെ മസാല പേസ്റ്റ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട മസാല അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. മസാല അരച്ചിട്ട് ഞാൻ ആദ്യം ആ ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് പൊടിച്ചു. അതായത് വറ്റൽമുളക്, പിരിയൻ മുളക്, പിന്നെന്താ കുരുമുളക്, മല്ലി, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഈ കാര്യങ്ങൾ, കശകശ എല്ലാം കൂടെ. കശകശ ചേർക്കുന്നതുകൊണ്ട് നല്ല കൊഴുപ്പ് കിട്ടും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് അരച്ചെടുത്തു. പക്ഷേ പൊടിച്ചു ആദ്യം. അത് കഴിഞ്ഞിട്ട് സവാളയും കൂടി ചേർത്ത്, ഞാൻ വെള്ളം ഒന്നും ചേർക്കാണ്ടാണ് അരച്ചത്. സവാളയും കൂടി ചേർത്ത് ആ പൊടിയുടെ കൂടെ ഇട്ടിട്ട് അരച്ചപ്പോൾ നല്ലൊരു പേസ്റ്റ് പോലെ വന്നു. ചെറിയ തരിതരിപ്പായിട്ടുള്ളൊരു പേസ്റ്റ്. എല്ലാം മണമായിരുന്നു. ഈ ഒരു രക്ഷ. ഇത് പച്ച മസാലയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം, ചിക്കൻ പച്ച മസാല പുരട്ടിയതെന്നോ ഒക്കെ പറയാം. പച്ച മസാല ഡ്രൈ ഫ്രൈ ആണ്, വറുത്തല്ല നമ്മളിതൊന്നും തന്നെ അരച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ആ മിക്സിയുടെ ജാറിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാകാം. അതിങ്ങനെ കലക്കി എടുത്തു. ഇതാണ് നമ്മുടെ പ്രധാന ചേരുവ. ഇനി വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ഇനി അടുപ്പ് കത്തിക്കുന്നു, എന്നിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ചിക്കൻ പച്ച മസാല പുരട്ട്. ഓക്കെ, അടുപ്പ് കത്തിക്കാം. ഓക്കെ, എൻ്റെ ഫേവറേറ്റ് പാത്രം വന്നു. ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ നെയ്യാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ നെയ്യിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നെയ്യ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥിരം നെയ്യ് ഇപ്പോൾ മിൽക്കി മിസ്റ്റ് പ്യുവർ കൗ ഗീ ആണ്. അതിൽ നിന്നും കുറച്ചെടുക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം എടുക്കട്ടെ. അതിങ്ങനെ ഉരുക്കി റെഡിയായി വരുമ്പോൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഫൈനലി ചോപ്ഡ്. അതിട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ അരയ്ക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സിമ്പിളാണ്, എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. അപ്പം നെയ്യ് ഉരുകി ഇങ്ങനെ ചെറുതായി ചൂടായി തുടങ്ങുന്നു. ഇതിലിനി വേറെ ഹോൾ സ്പൈസസ് ചേർക്കലോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. അതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചിക്കൻ എങ്ങനെ നല്ല മനോഹരമായിട്ട് ഉണ്ടാക്കാമെന്ന് കാണാമല്ലോ. ഇഞ്ചി വെളുത്തുള്ളിയൊന്നും വീട്ടിലില്ലയെന്ന് തന്നെ വിചാരിക്കുക. അല്ലെങ്കിൽ എല്ലാ ചിക്കൻ്റെ കാര്യത്തിൽ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ രൂപത്തിലോ ചതച്ചോ അരിഞ്ഞോ ഒക്കെ ചേർക്കാറില്ലേ, അതൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ചെയ്യാം.
ഇനി സവാള, ഇതൊരു വലിയ സവാള. കുറച്ചൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വരട്ടെ. പച്ച മസാലയായിട്ട് തന്നെ ഇരിക്കട്ടെ. അത് നമുക്ക് ആ ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാനിത് പച്ച മസാല പോരട്ടെന്ന് പറയുന്നത്. ഓക്കെ. ഇങ്ങനെ നെയ്യിൽ ആ ഒരു സവാള മൂക്കുമ്പോൾ എന്താ